എല്ലാവർക്കും ഹസ്നാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ നമ്മുടെ നോമ്പിനെ ക്ഷീണം അകറ്റാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ 2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡറാണ്. അത് 2 ടേബിൾ സ്പൂണോളം തന്നെ വേണം. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 3-4 ടേബിൾ സ്പൂണോളൊക്കെ കുറച്ച് ഇത് കലക്കാൻ വേണ്ടിയുള്ള ആവശ്യമുള്ള പാൽ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക. ദേശം കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര മിക്സി ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം, ഫൈനാക്കി പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതും കസ്റ്റാർഡ് പൗഡറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു കുഞ്ഞ് ഒരു പിഞ്ച് കുങ്കുമപ്പൂ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം പാലിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം തിളച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ നമ്മുടെ പാലിൽ അതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ്, പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും മിക്സ് ചെയ്തത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ട, ഒരു മീഡിയം ഒരു സൈസിൽ കുറുക്കിയെടുക്കുക. നന്നായി തിക്കായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീം പരുവാവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹാഫിൽ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ കൺസിസ്റ്റൻസിയിലായി വരുമ്പോൾ ഇതുപോലെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തീ ഓഫ് ചെയ്യണം. അതിനുശേഷം ഇത് പുറത്ത് വെച്ച് നമ്മൾ ഇത് തണിയാൻ വയ്ക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇത് തണുത്ത് വരുമ്പോഴേക്കും നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പഴുത്ത നേന്ത്രപ്പഴം ഒന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുങ്കുമപ്പൂവില്ലേ, പാലും കൂടി ചേർത്തതില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പച്ചമുന്തിരിയും, പിന്നെ നമ്മുടെ ചെറിയ പഴമല്ലേ, റോബസ്റ്റ ഉണ്ടെങ്കിൽ റോബസ്റ്റ, അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഉറുമാമ്പഴം, പിന്നെ ഒരു മാങ്ങ, ഇത്രയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇതുപോലെ എല്ലാം കൂടി നമ്മുടെ ഈ കസ്റ്റാർഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ എല്ലാതും ഫ്രൂട്ട്സും കസ്റ്റാർഡും കൂടി ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അല്ല ഐസ് ക്യൂബ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/2 കപ്പോളം നല്ല തണുത്ത ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാവും, നന്നാവുക. അപ്പോൾ നമ്മൾ അടിപൊളി ഡ്രിങ്ക് റെഡി ആയതിനു ശേഷം ഇതിലേക്ക് ഞങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂണോളം കസ്കസ് കുതിർത്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഈ നോമ്പിനെ ക്ഷീണം അകറ്റാനും ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡി. ഫ്രൂട്ട്സും കസ്റ്റാർഡ് മിക്സ് ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട്, അസ്നാസക്കേ.